രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളവും മധ്യപ്രദേശും തമ്മിലുള്ള മത്സരം വളരെ ആവശ്യകരമായ അന്ത്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മത്സരത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. മത്സരം ഇപ്പോൾ കേരളത്തിന്റെ കൈപ്പിടിയിലാണ് ഉള്ളത്. അത് കൈവിട്ട് കളയാതിരുന്നാൽ കേരളത്തിന് സീസണിൽ ആദ്യ വിജയം ശക്തരായ മധ്യപ്രദേശിനെതിരെ നേടാൻ വേണ്ടി കഴിയും. ഒന്നാം ഇന്നിംഗ്സിൽ എന്തായാലും കേരളം ലീഡും നേടിയിരിക്കുകയാണ്. 89 റൺസിന്റെ ലീഡാണ് കേരളം മധ്യപ്രദേശിനെതിരെ നേടിയിരിക്കുന്നത്. കേരളം ഉയർത്തിയ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 281 റൺസിനെ മറികടക്കാൻ ഇറങ്ങിയ മധ്യപ്രദേശിനെ 192 റൺസിന് പുറത്താക്കിയിരിക്കുകയാണ് കേരളം. കേരളത്തിന്റെ ബൗളർമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് 4 വിക്കറ്റ് നേടിയ എഡൻ ആപ്പിൾ ടോമും 3 വിക്കറ്റ് നേടിയ MD നിതീഷിനെ തീപാറുന്ന പന്തുകൾക്ക് മുമ്പിൽ മധ്യപ്രദേശിന്റെ ബാറ്റർമാരെല്ലാം തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ബൗളിങ്ങിൽ മികച്ച പ്രകടനം തന്നെയാണ് കേരളം കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ രണ്ടു താരങ്ങളെ കൂടാതെ തന്നെ അരങ്ങേറ്റക്കാരായ അഭിജിത്ത് പ്രവീണും ശ്രീഹരിയും ബാബ അപരിജിത്തുമൊക്കെ ഓരോ വിക്കറ്റ് വീതം നേടി ബൗളിങ്ങിൽ പങ്കാളികളായിട്ട് മാറി. അങ്ങനെ ഒരു മികച്ച മേധാവിത്വം തന്നെ ഒന്നാം ഇന്നിംഗ്സിൽ കേരളം മധ്യപ്രദേശിനെതിരെ നേടാൻ വേണ്ടി കഴിഞ്ഞു. കൂടാതെ ഒന്നാം ഇന്നിംഗ്സ് ലീഡും നേടാൻ കഴിഞ്ഞു എന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച കേരളം മികച്ച നിലയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 226 റൺസാണ് കേരളം നേടിയിരിക്കുന്നത്. അങ്ങനെ മധ്യപ്രദേശിനെതിരെ ഇപ്പോൾ കേരളത്തിന്റെ ലീഡ് ഒരു മികച്ച ലീഡിൽ കേരളം എത്തിയിരിക്കുന്നു. 315 റൺസാണ് നിലവിലിപ്പോൾ കേരളത്തിന്റെ ലീഡ് ആയിരിക്കുന്നത്. കേരളത്തിന്റെ ബാറ്റിംഗ് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിങ്ങിൽ തുടക്കത്തിൽ ഒരു ശതമൊക്കെ കേരളത്തിന് സംഭവിച്ചെങ്കിലും ആ ഒരു ശതത്തിൽ നിന്നുമൊക്കെ ഒന്നാം ഇന്നിംഗ്സിൽ കേരളത്തിന്റെ രക്ഷകനായി മാറിയ ബാബ അപരിജിത്ത് കേരളത്തിന്റെ പ്രധാന താരമായ സച്ചിൻ ബേബിയെ കൂട്ടുപിടിച്ചുകൊണ്ട് മികച്ച ഒരു പാർട്ട്ണർഷിപ്പിലൂടെയാണ് 226 എന്ന സ്കോറിൽ എത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ കേരളത്തിന്റെ വെടിക്കെട്ട് ഓപ്പണറായ രോഹൻ കുന്നുമേനെ 7 റൺസ് നേടി നിൽക്കെ കേരളത്തിന് നഷ്ടമായി. പിന്നീട് മറ്റൊരു ഓപ്പണറായ അഭിഷേക് നായർ 30 റൺസ് നേടിയൊക്കെ താരത്തിന്റെ വിക്കറ്റും നഷ്ടമായി. പിന്നീട് കേരളത്തിന്റെ ക്യാപ്റ്റനായ മുഹമ്മദ് അസൂറിന് 2 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ 3 വിക്കറ്റ് നഷ്ടത്തിൽ നിന്ന കേരളത്തെ വീണ്ടും ബാറ്റിംഗ് തകർച്ചയിൽ നിന്നും കരകയറ്റിയിരിക്കുന്നത് ബാബ അപരിജിത്തും സച്ചിൻ ബേബിയുമാണ്. ഒന്നാം ഇന്നിംഗ്സിലെ പോലെ തന്നെ മികച്ച ഫോമിലാണ് ബാബ അപരിജിത്ത് ആയിരിക്കുന്നത്. സച്ചിൻ ബേബിയും ഫോമിലേക്ക് തിരികെ എത്തിയത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഇരു താരങ്ങളും ഇപ്പോൾ സെഞ്ചുറിക്ക് അരികിൽ നിൽക്കുകയാണ്. സച്ചിൻ ബേബി 85 റൺസുമായും ബാബ അപരിജിത്ത് 89 റൺസുമായിട്ടാണ് ബാറ്റിംഗ് തുടരുന്നത്. സച്ചിൻ ബേബി ഒരു 6ഉം 8 4ഉം അടക്കം 85 റൺസിൽ നിൽക്കുമ്പോൾ ബാബ അപരിജിത്ത് 2 സിക്സറുകളും 10 4ഉം അടക്കം 89 റൺസുമായിട്ട് നിൽക്കുകയാണ്. ഈ രണ്ട് താരങ്ങളുടെ സെഞ്ചുറിയാണ് കേരളം ഇന്ന് അവസാന ദിവസമായ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിട്ട് ഡിക്ലെയർ ചെയ്യാനായിരിക്കും കേരളത്തിന്റെ തീരുമാനം. എത്രയും വേഗം രണ്ടാം ഇന്നിംഗ്സിന് മധ്യപ്രദേശിനെ ഇറക്കേണ്ടതാകുന്നു. ഒപ്പം തന്നെ കേരളത്തിന് ബൗളർമാർക്കാണ് ഇന്ന് പ്രധാനപ്പെട്ട ചുമതലയുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ കൈപ്പിടിയിൽ ഇപ്പോൾ മത്സരം ഇരിക്കുമ്പോൾ അത് കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ ബൗളർമാർ വിചാരിച്ചാൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. അതിനാൽ ഇന്ന് ആദ്യ ഇന്നിംഗ്സിലെ പോലെ തന്നെ മികച്ചൊരു ബൗളിംഗ് പ്രകടനം കേരളത്തിന്റെ ബൗളർമാരിൽ നിന്നും രണ്ടാം ഇന്നിംഗ്സിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു മത്സരം നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ മുമ്പുള്ള കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മത്സരങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യ ഇന്നിംഗ്സിൽ കാട്ടുന്ന അതേ ബൗളിംഗ് പ്രകടനം രണ്ടാം ഇന്നിംഗ്സിലും കേരളത്തിന്റെ ബൗളർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് ഒരു വലിയൊരു ആശങ്കയുള്ള കാര്യമാണ്. ആ ഒരു ആശങ്കയൊക്കെ മാറ്റി കേരളത്തിന്റെ ബൗളർമാർ ഒന്നാം ഇന്നിംഗ്സിലെ പോലെ തന്നെ മികച്ചൊരു ബൗളിംഗ് പ്രകടനം രണ്ടാം ഇന്നിംഗ്സിലും കാഴ്ചവെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വിജയിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ മത്സരം സമനിലയിലേക്കായിരിക്കും കലാശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ ബൗളർമാരുടെ കൈകളിലാണ് ഇനി കേരളത്തിന്റെ മത്സരത്തിന്റെ വിജയം ഇരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും.
കേരള ക്രിക്കറ്റിനെ കുറിച്ചും കേരളത്തിൻ്റെ മത്സരങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.